ഇന്ത്യൻ റെയിൽവേയിൽ നിരവധി അവസരങ്ങൾ. ഒന്ന്, RRB NTPC. ഇന്ത്യൻ റെയിൽവേയിൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിലെ NTPC ഒഴിവുകളിലേക്കുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ബിരുദം യോഗ്യതരായ തസ്തികകളിൽ 8113 ഒഴിവും +2 യോഗ്യതയായ തസ്തികകളിൽ 3445 ഒഴിവുകളും ഉൾപ്പെടെ ആകെ 11558 ഒഴിവാണുള്ളത്. 2019 അവസാനമായി ഈ തസ്തികകളിലേക്ക് റെയിൽവേ അപേക്ഷ ക്ഷണിച്ചത്. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ആദ്യ വിജ്ഞാപനമായതിനാൽ 3 വർഷത്തെ ഇളവ് കൂടി ചേർത്താണ് ഇത്തവണ പ്രായം നിശ്ചയിച്ചിരിക്കുന്നത്. 21 റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലായാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്തിയായിരിക്കും തെരഞ്ഞെടുപ്പ്. ബിരുദം യോഗ്യതയായ തസ്തികകൾ വിജ്ഞാപന നമ്പർ CN05/2024. ആകെ ഒഴിവുകൾ സ്ക്രീനിൽ കൊടുക്കുന്നു. ഡിഗ്രി തസ്തികകളും ഒഴിവും. ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 1736. സ്റ്റേഷൻ മാസ്റ്റർ 994. ഗുഡ്സ് ട്രെയിൻ മാനേജർ 3144. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് 1507. സീനിയർ ക്ലാർക്ക് കം ടൈപ്പിസ്റ്റ് 732. ശമ്പളം ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ എന്നീ തസ്തികകളിൽ 35,400 രൂപയും മറ്റ് തസ്തികകളിൽ 29,200 രൂപയുമാണ് തുടക്ക ശമ്പളം. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലാർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും ഉണ്ടായിരിക്കണം. പ്രായം 2025 ജനുവരി 1 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെ. സംവരണ വിഭാഗക്കാരുടെ ഇളവ് സംബന്ധമായ വിവരങ്ങൾ വെബ്സൈറ്റിലെ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ ലഭിക്കും. +2 യോഗ്യതരായ തസ്തികകൾ. വിജ്ഞാപന നമ്പർ CN06/2024. തസ്തികകളും ഒഴിവും. കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലാർക്ക് 2022. അക്കൗണ്ട്സ് ക്ലാർക്ക് കം ടൈപ്പിസ്റ്റ് 361. ജൂനിയർ ക്ലാർക്ക് കം ടൈപ്പിസ്റ്റ് 990. ട്രെയിൻസ് ക്ലർക്ക് 72. ശമ്പളം കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലാർക്ക് 21,700 രൂപയും മറ്റ് തസ്തികകളിൽ 20,000 രൂപയുമാണ് തുടക്ക ശമ്പളം. പ്രായം 2025 ജനുവരി 1 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ. സംവരണ വിഭാഗക്കാരുടെ ഇളവ് സംബന്ധമായ വിവരങ്ങൾ വെബ്സൈറ്റിലെ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ ലഭിക്കും. ഔദ്യോഗിക വിജ്ഞാപനം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. ഒഴിവുകൾ, മെഡിക്കൽ ഫിറ്റ്നസ് തുടങ്ങിയവ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 20 വരെ. അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. ഏതെങ്കിലും ഒരു RRBയിലേക്കും ഏതെങ്കിലും ഒരു തസ്തികയിലേക്കും മാത്രമേ ഒരാൾക്ക് അപേക്ഷിക്കാനാവൂ. അപേക്ഷകർക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഉണ്ടായിരിക്കണം. പരീക്ഷാ ഫീസ് വനിതകൾ, SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ, ട്രാൻസ്ജെൻഡർ എന്നീ വിഭാഗക്കാർക്ക് 250 രൂപയും പരീക്ഷ എഴുതിയാൽ തുക പൂർണ്ണമായും മടക്കി നൽകും. ഈ വിഭാഗങ്ങളിൽ ഒന്നും പെടാത്തവർക്ക് 500 രൂപയുമാണ്. പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ നൽകും. വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളുടെ RRB വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. RRB വെബ്സൈറ്റ് നോക്കുക. RRB NTPC ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, RRB NTPC ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപേക്ഷ അയക്കേണ്ട തീയതി. ഫോർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ പോസ്റ്റ്, ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ
14/9/2024. ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 13/10/2024 ഫോർ +2 ക്വാളിഫിക്കേഷൻ പോസ്റ്റ്. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 21/9/2024. ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 20/10/2024. 2. ഈസ്റ്റേൺ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ്. ഈസ്റ്റേൺ റെയിൽവേ വിവിധ വർക്ക്ഷോപ്പിലേക്ക് ട്രെയിനി ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ്. ഈസ്റ്റേൺ റെയിൽവേ 3115 ട്രെയിനി ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ വർക്ക്ഷോപ്പിലും വരുന്ന ട്രേഡും ഒഴിവുകളും നോക്കാം. 1. ഹൗറ ഡിവിഷൻ. ഫിറ്റർ 281, വെൽഡർ 61, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 18, മെക്കാനിക് ഡീസൽ 17, കാർപ്പൻ്റർ 9, പെയിൻറ്റർ 9, ലൈൻമാൻ 9, വയർമാൻ 9, റെഫ്രിജറേറ്റർ AC മെക്കാനിക് 17, ഇലക്ട്രീഷ്യൻ 220, മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് 9. 2. ലിലുവ വർക്ക്ഷോപ്പ്. ഫിറ്റർ 240, മെഷീനിസ്റ്റ് 33, ടർണർ 15, വെൽഡർ 204, പെയിൻറ്റർ ജനറൽ 15, ഇലക്ട്രീഷ്യൻ 45, വയർമാൻ 45, റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് 15. സിൽഡ ഡിവിഷൻ. ഇലക്ട്രീഷ്യൻ ആൻഡ് ഫിറ്റർ 47, വയർമാൻ 30, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് AC 20, ഇലക്ട്രീഷ്യൻ 60, ഇലക്ട്രിക്കൽ മെക്കാനിക് 10, വെൽഡർ 22, മെക്കാനിക് ഫിറ്റർ 114, ഇലക്ട്രീഷ്യൻ 4, DSL ഫിറ്റർ 4, മേഷൻ 7, ഫിറ്റർ 60, ബ്ലാക്ക് സ്മിത്ത് 17, പെയിൻറ്റർ 4. കാഞ്ചാരപ്പാറ വർക്ക്ഷോപ്പ്. ഫിറ്റർ 60, വെൽഡർ 35, ഇലക്ട്രീഷ്യൻ 66, മെഷീനിസ്റ്റ് 6, വയർമാൻ 3, കാർപ്പൻ്റർ 8, പെയിൻറ്റർ 9. 5. മാൾഡ ഡിവിഷൻ. ഇലക്ട്രീഷ്യൻ 40, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക് 6, ഫിറ്റർ 47, വെൽഡർ 3, പെയിൻറ്റർ 2, കാർപ്പൻ്റർ 2, മെക്കാനിക്കൽ ഡീസൽ 38. അസൻസോൾ ഡിവിഷൻ. ഫിറ്റർ 151, ടർണർ 14, വെൽഡർ 96, ഇലക്ട്രീഷ്യൻ 110, മെക്കാനിക് ഡീസൽ 41. ജമാൽപൂർ വർക്ക്ഷോപ്പ്. ഫിറ്റർ 251, വെൽഡർ 218, മെഷീനിസ്റ്റ് 47, ടർണർ 47, ഇലക്ട്രീഷ്യൻ 42, ഡീസൽ മെക്കാനിക് 62. ഏജ് ലിമിറ്റ് ഡീറ്റെയിൽസ്. കുറഞ്ഞ പ്രായപരിധി 15 വയസ്സ്, ഉയർന്ന പ്രായപരിധി 24 വയസ്സ് വരെ. OBC വിഭാഗം 27 വയസ്സ് വരെ. പട്ടികജാതി പട്ടികവർഗ വിഭാഗം 29 വയസ്സ് വരെ. PWD വിഭാഗം 34 വയസ്സ് വരെ. ക്വാളിഫിക്കേഷൻ. അംഗീകൃത ബോർഡിൽ നിന്നും 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ബന്ധപ്പെട്ട ട്രേഡിൽ NCVT, SCVT നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 50% മാർക്കെങ്കിലും നേടിയിരിക്കണം. സാലറി ഡീറ്റെയിൽസ്. ശമ്പളത്തിൻ്റെ വിവരങ്ങൾ ഈസ്റ്റേൺ റെയിൽവേ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 1961 അപ്രൻറ്റീസ് നിയമപ്രകാരം ശമ്പളം ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിൽസ്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗം, PWBD, വനിതകൾ തുടങ്ങിയവർക്ക് അപേക്ഷാ ഫീസില്ല. അപേക്ഷിക്കുന്ന സമയത്ത് ഓൺലൈൻ മുഖേന അപേക്ഷാ ഫീസ് അടയ്ക്കണം. സെലക്ഷൻ. 1. താൽക്കാലിക മെറിറ്റ് ലിസ്റ്റ്. 2. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. ശേഷം 10ാം ക്ലാസ്സിലും ട്രേഡ് കോഴ്സിലും നേടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിൽ നിന്ന് നിയമനം നടത്തുകയും ചെയ്യും. എങ്ങനെ അപേക്ഷിക്കാം? ഈസ്റ്റേൺ റെയിൽവേയുടെ 3115 ട്രെയിനി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിന് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് സന്ദർശിക്കേണ്ടതുണ്ട്. പൂർണ്ണമായും ഓൺലൈൻ വഴിയായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുക. ട്രെയിനിങ് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നതിനാൽ താൽപ്പര്യമുള്ളവർക്ക് മാത്രം അപേക്ഷിക്കുക. അപേക്ഷകൾ 2024 ഒക്ടോബർ 23 വരെ സ്വീകരിക്കും. അപേക്ഷിക്കാൻ യോഗ്യരായ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് തുറക്കുക, അപേക്ഷിക്കാനുള്ള ലിങ്ക് കണ്ടെത്തുക, ശേഷം തുറന്നു വരുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിക്കുക, ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകുക, അപേക്ഷാ ഫീസ് അടയ്ക്കാനുള്ളവർ അടയ്ക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന അപ്ലൈ നൗ നോട്ടിഫിക്കേഷൻ ലിങ്ക് സന്ദർശിക്കുക.
3. നോർത്ത് സെൻട്രൽ റെയിൽവേയിൽ അവസരം. നോർത്ത് സെൻട്രൽ റെയിൽവേ അപ്രൻറ്റീസ് ഒഴിവുകൾ നികത്തുന്നതിനു വേണ്ടി ഔദ്യോഗിക വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 1679 ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ ഉടൻ തന്നെ അപേക്ഷിക്കുക. RRCNR റിക്രൂട്ട്മെൻറ്റ് വേക്കൻസി ഡീറ്റെയിൽസ് സ്ക്രീനിൽ കൊടുക്കുന്നു. RRCNR റിക്രൂട്ട്മെൻറ്റ് ഏജ് ലിമിറ്റ് നോർത്ത് സെൻട്രൽ റെയിൽവേക്കിൽ വന്ന ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി സ്ക്രീനിൽ കൊടുക്കുന്നത്. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ചട്ടങ്ങൾ പ്രകാരം നിയമാനുസൃത ഇളവുകൾ ലഭിക്കുന്നതാണ്. SC, ST, OBC, PWD, വിമൻസ്, എക്സ് സർവീസ് തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പ്രായപരിധി ഇളവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക. 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ് പ്രായപരിധി. SC, ST വിഭാഗക്കാർക്ക് 29 വയസ്സ് വരെയും OBC കാറ്റഗറിക്കാർക്ക് 27 വയസ്സ് വരെയുമാണ് പ്രായപരിധി. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്, കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ ITI. RRCNR റിക്രൂട്ട്മെൻറ്റ് സാലറി ഡീറ്റെയിൽസ്. 1 വർഷത്തേക്ക് ട്രെയിനിങ് അടിസ്ഥാനത്തിലാണ് നിയമനം. ട്രെയിനിങ് സമയത്ത് സ്റ്റൈഫൻ ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ ജനറൽ, OBC, UR 100 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ള വിഭാഗക്കാർക്ക് ഒന്നും തന്നെ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഓൺലൈൻ വഴി അപേക്ഷിക്കുന്ന സമയത്ത് ഫീസ് അടയ്ക്കാം. ഹൗ ടു അപ്ലൈ RRCNR റിക്രൂട്ട്മെൻറ്റ് 2024. നോർത്ത് സെൻട്രൽ റെയിൽവേയിലെ അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ കൊടുക്കാം. അപേക്ഷാ സമർപ്പണത്തിന് മുന്നേ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. യോഗ്യത ഉറപ്പുവരുത്തിയ ശേഷം കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അപേക്ഷ കൊടുക്കൽ ആരംഭിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ഒക്ടോബർ 15 വൈകുന്നേരം 5 മണി വരെയാണ്. അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിവയെല്ലാം മനസ്സിലാക്കാനായി ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കും ഇത് ഷെയർ ചെയ്യുക. അപേക്ഷിക്കേണ്ടത് ഔദ്യോഗിക വെബ്സൈറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നു, അത് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.